സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32/2021 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 GK ക്വസ്റ്റ്യൻസും 20 മാത്സ് ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 44ാം വയലാർ അവാർഡ് നേടിയത് ആര്? 44ാം വയലാർ അവാർഡ് നേടിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ ആണ്. 2023 47ാമത്തെ വയലാർ അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പി. കൃതി ഏതാണ്? കൃതി ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. ജീവിതം ഒരു പെൻഡുലം. അടുത്ത ചോദ്യം, നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2020 ONV പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതിയാണ്. ഡോക്ടർ എം ലീലാവതി. 2023 ONV പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണനാണ്. സി രാധാകൃഷ്ണൻ. 2023 ONV പുരസ്കാര ജേതാവ് ആരാണ്? സി രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരന്റെ ആത്മകഥയാണ്? തിളച്ച മണ്ണിൽ കാൽനടയായി എന്നത് ആരുടെ ആത്മകഥയാണ്? പുതുച്ചേരി രാമചന്ദ്രന്റെ ആത്മകഥയുടെ പേരാണ് തിളച്ച മണ്ണിൽ കാൽനടയായി എന്നത്. പുതുശ്ശേരി രാമചന്ദ്രൻ ആത്മകഥയാണ്. അടുത്തത്, 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആരാണ്? വി മധുസൂദനൻ നായരാണ്. വി മധുസൂദനൻ നായർ. മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി ഏതാണ്? അച്ഛൻ പിറന്ന വീടാണ്. അച്ഛൻ പിറന്ന വീട്. ഹാങ്ഷായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതിയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അടുത്ത ചോദ്യം, 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം? ഏത് വർഷം? 2019 ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ബ്രിട്ടനിൽ ധനമന്ത്രിയായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ഋഷി സുനാക്കാണ്. ഋഷി സുനാക്ക്. ഏതിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഏതിന്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഇന്റർനെറ്റിന്റെ ലഭ്യതയാണ്. ഇന്റർനെറ്റിന്റെ ലഭ്യത. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ഇപ്പം ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ആദ്യത്തെ മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? കമൽ റാണി വരുൺ ആണ്. കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു? ഉത്തർപ്രദേശിലെ മന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ്. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ. അടുത്തത്, ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇന്ത്യൻ മാനക സമയം എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ് ആണ്. 5 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കു പർവ്വതം ഏതാണ്? മടക്കു പർവ്വതം ആരവല്ലി. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കു പർവ്വതം. ആരവല്ലി മടക്കു പർവ്വതമാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടിയാണ്. ആനമുടി.
ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നതാണ് വൃഷ്ടിപ്രദേശമെന്ന്. വൃഷ്ടിപ്രദേശം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം റവി നദീതീരത്താണ്. റവി നദീതീരം. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ഇന്ത്യയിലെ ഉഷ്ണകാലം മാർച്ച് മെയ് ആണ്. മാർച്ച് മെയ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. പോയിന്റ് കലൈമാർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? പോയിന്റ് കലൈമാർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. അടുത്ത ചോദ്യം. അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയ വിദേശീയർ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. 1857 കലാപം അറിയപ്പെടുന്നത് 1857 കലാപം അറിയപ്പെടുന്നത് ശിപ്പായി ലഹള എന്നാണ്. ശിപ്പായി ലഹള. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ്. എവിടെയാണ്? കൽക്കട്ടയിൽ. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കാൻ ധരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അധികാരത്തിലിരിക്കാൻ ധരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ രചിച്ചത് ആര്? നീൽ ദർപ്പൺ ദീനബന്ധു മിത്രയാണ്. നീൽ ദർപ്പൺ രചിച്ചത് ദീനബന്ധു മിത്ര. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യത്തെ മലയാളി ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യത്തെ മലയാളി KR നാരായൺ ആണ്. KR നാരായണൻ. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. ഡോക്ടർ S രാധാകൃഷ്ണൻ. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പാർട്ട് 3 എന്താണ് മൗലിക അവകാശങ്ങൾ? മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പാർട്ട് 3. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? ഏത് സമയത്താണ്? അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? നിയമാവകാശമാണ്. നിയമാവകാശം. അസ്പൃശ്യത അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ. അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17. ഏതനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്തതിനുള്ള അവകാശമുള്ളത്? ഏതിലാണ്? അനുച്ഛേദം 352 അനുച്ഛേദം 352. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടതും രാഷ്ട്രപതിക്ക് തന്നെയാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണോദ്യോഗസ്ഥനാരാണ്? സെക്രട്ടറി ജനറൽ ആണ്. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്. കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ചിന്നാറാണ്. ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? കേരളത്തിൽ ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരിയാണ്. പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പക്ഷിപ്പാതാളം വയനാട് ജില്ലയിലാണ്. വയനാട്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ്? AD 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ എവിടെയാണ് സ്ഥാപിതമായത്? ആലപ്പുഴയിലാണ് സ്ഥാപിതമായത്. വർഷം ഏതാണ്? AD 1859. ടൂറിസത്തെ വ്യവസായമായിട്ട് അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനം. ടൂറിസത്തെ വ്യവസായമായിട്ട് അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. 780 മെഗാവാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. മണിയാർ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കൊച്ചിയും ടോണ്ടി പോയിന്റുമാണ്. ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, ടോണ്ടി പോയിന്റ്. അയ്യങ്കാളി ജനിച്ച ദിവസം. 1863 ഓഗസ്റ്റ് 28-നാണ്. 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. വൈകുണ്ഠസ്വാമി. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആര്? അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതി ദേവിയാണ്. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്. ആഗമാനന്ദ അന്തരിച്ച വർഷം. 1961. 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? 1980 അയ്യങ്കാളി പ്രതിമ എവിടെയാണ്? വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. അടുത്ത ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള പ്രധാന കാരണം. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? കുണ്ടറ വിളംബരം 1809 ജനുവരി 11-നാണ്. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. ചാന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന്? ചാന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് 1859 ജൂലൈ 26-നാണ്.
1859 ജൂലൈ 26. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങൾ 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഓംബ്ലാങ്കേറ്റയാണ്. മെഡുല ഓംബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. 67 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എച്ച് ബയോട്ടിൻ ആണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചതെന്ന്. സെഹദ് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് 2015 ഓഗസ്റ്റ് 25-നാണ്. 2015 ഓഗസ്റ്റ് 25-നാണ് സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത്. റേച്ചൽ കാർഡ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? DDT ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. തോറിയത്തിന്റെ അയിര്. തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ് ആണ്. തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഹൈഡ്രജൻ ഐസോട്ടോപ്പ്. മാസ് നമ്പർ 2 ഡ്യൂട്ടീരിയം ആണ്. ഡ്യൂട്ടീരിയം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ ആണ്. ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയിലാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ജൂൾ ആണ്. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ജൂൾ. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം ഇതൊന്നുമല്ല. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1 ആണ്. സൗരയൂഥം പിന്നിട്ട ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. ഇനി വരുന്നത് മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3924. 7.52 + 4.05 സമം 11.57. 0.0657 മൈനസ് 0.00657 സമം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 0.0593. 84. 0.02 ഇൻറ്റു 0.4 ഇൻറ്റു 0.1. ഓപ്ഷൻ എ 0.0008. ഒരു നിശ്ചിത തുക എക്കും ബിക്കുമായി 4:12 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും ബിക്ക് ലഭിക്കുക? ഓപ്ഷൻ ബി ആണ് 3/4. 3 പേരുടെ ശരാശരി വയസ്സ് 13. ഇതിൽ 2 പേരുടെ ശരാശരി വയസ്സ് 14. മൂന്നാമത്തെ വയസ്സ് എത്ര? ഓപ്ഷൻ ബി 11. ഒരു വസ്തുവിന് 35%, 10% എന്നിങ്ങനെ തുടർച്ചയായ ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം 1170 രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ അതിൻ്റെ യഥാർത്ഥ വില എത്ര? 2000 രൂപ. അടുത്ത ചോദ്യം. വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് 30 km/മണിക്കൂർ വേഗത്തിലും തിരികെ ഓഫീസിൽ നിന്നും 20 km/മണിക്കൂർ വേഗത്തിലും സഞ്ചരിക്കാൻ ആകെ 5 മണിക്കൂർ എടുത്തു. വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം. ഓപ്ഷൻ ബി 60 km.
പുഴയിൽ ഒഴുക്കിന് എതിരായി മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗത്തിലും അനുകൂലമായി അതിലിരട്ടി വേഗത്തിലും ഒരു ബോട്ട് നീങ്ങുന്നു. നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത എന്ത്? ഓപ്ഷൻ ബി ആണ് 12 കിലോമീറ്റർ പെർ മണിക്കൂർ. ഒരു നിശ്ചിത വസ്തു 8:2 എന്ന അനുപാതത്തിൽ വിഭജിക്കുമ്പോൾ എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക? ഓപ്ഷൻ സി ആണ് 3/5. എ എന്നാൽ മൈനസ്, ബി എന്നാൽ പ്ലസ്, സി എന്നാൽ ഹരണം, ഡി എന്നാൽ ഗുണനം ആയാൽ 20 C5 A3 B4 D2 എത്ര? ഓപ്ഷൻ എ 9. 92ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് 92ാമത്തേത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 92 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 93 360 120 30 6 ഡാഷ് വിട്ട ഭാഗത്തെ സംഖ്യ 1 ഒരു കോഡ് ഭാഷയിൽ കമ്പ്യൂട്ടർ RFUVQNPC എന്നെഴുതാമെങ്കിൽ മെഡിസിനെ എങ്ങനെ എഴുതാം? ഓപ്ഷൻ എ ആണ് EOJDJEFM. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ നിർത്തുമ്പോൾ ഒന്നാമത് വരുന്ന വാക്ക്? ഓപ്ഷൻ ഡി ആണ് സുനീതി. ഡിസെമിനേഷൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വാക്കാണ് ഉണ്ടാക്കാൻ കഴിയാത്തത്? ഓപ്ഷൻ ഡി ആക്ഷൻ. കൂട്ടത്തിൽ നിന്നും ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു ഏഷ്യ, അർജന്റീന, ആഫ്രിക്ക, ഓസ്ട്രേലിയ. ഓപ്ഷൻ ബി അർജന്റീന. ഒറ്റയാനെ കണ്ടെത്തുക. ലേക്ക്, പോണ്ട്, പൂൾ, ബ്രൂക്ക്. ഓപ്ഷൻ ഡി ബ്രൂക്ക്. ഇന്ന് അച്ഛന് മകൻ്റെ 3 ഇരട്ടി വയസ്സാണ്. 5 വർഷം മുമ്പ് ഇത് 4 ഇരട്ടിയായിരുന്നു. എന്നാൽ ഇന്ന് അച്ഛൻ്റെ വയസ്സ് എത്ര? 45. അവസാനത്തെ ചോദ്യം. 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അമൃത മുൻപിൽ നിന്ന് 8ാമത്തെയാളും പ്രിയ പുറകിൽ നിന്ന് 6ാമത്തെയാളും ആണ്. എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? ഓപ്ഷൻ ബി ആണ് ഉത്തരം 11. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.